As a student community, we came across the problem that the most of the vegetables and others farm products are brought from other states. This makes Kerala totally dependent on other states. There is a huge lack of the contribution of agriculture to the GDP of the Kerala. Also, there is a lot of pesticides content in the vegetables. Also, the youth is reluctant to enter into agriculture as their livelihood. There should be proper storage and distribution maintenance attached to the farm produce. More and more youth should be brought to the sector by giving modern farming techniques, trainings, more workshops in farming, etc. Also, the communities can be organized in the micro communities for farming purpose. This can be made used to produce agricultural products in a small area. At the same time, there could be policy intervention on the part of the student communities to protect the paddy and the agricultural land. The agricultural produce can be linked to proper storage systems of government to ensure the fair value to the farmers. The pesticide audit training can be given to the communities to ensure that good quality vegetables are produced. Also, there should be a social audit for the same to ensure that the quality of the vegetables is maintained at every level. There could be strategic team to ensure that the vegetable produce are not affected by the vagaries of seasons. Thank you. ഹായ് എവരിവൺ, ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഐഡിയ ഫാർമേഴ്സിന് ഭയങ്കര ഉപകാരപ്രദമാണ്. ഞാനീ പറയുന്ന ഐഡിയ ഏതൊരു വാട്ടർ സോഴ്സിൻ്റെ അടുത്തും സ്ഥാപിക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ഫാർമേഴ്സ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളം കൃഷി സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്. അത് മോട്ടർ അടിച്ചിട്ടാണ് അവർ ഇത്ര നാളും എൻ്റെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കർഷകരൊക്കെ ചെയ്യണത്. ആ ഒരു വെള്ളം കൊണ്ടുവരൽ ഭയങ്കര പൈസ ചിലവാണ്. ആ ഒരു പൈസ മാറ്റി വയ്ക്കുകയാണെങ്കിൽ കൃഷിയിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാം. അങ്ങനെ ലാഭം ഉണ്ടാകുമ്പോൾ കൂടുതൽ കർഷകർ നമ്മുടെ പുതിയ തലമുറയിൽ വളർന്നുകൊണ്ടിരിക്കും. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് പ്ലംബിങ് ഐറ്റംസ്, കോൺക്രീറ്റിംഗ് ഐറ്റംസ്, പിന്നെ ഫുട്ട് വാൽവ്സ്, പിന്നെ വാൽവ്, പിന്നെ ഓസ് എന്നിവയാണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു വട്ടം വാങ്ങി ഈ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഇത് ഉപകാരപ്രദമാണ്. അതായത് ഇത് വേറൊരു കൂടുതൽ നമ്മൾ പണിയെടുക്കുക ഇതുമൊക്കെയായിട്ട് നമ്മൾ കാശ് ചിലവാക്കുക ഒന്നും വേണ്ടി വരില്ല. നമുക്ക് റിക്വയർഡ് ലൊക്കേഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് വെള്ളം നമ്മുടെ കൃഷിസ്ഥലത്തേക്ക് എത്തിക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ആദ്യം തന്നെ ഒരു സ്ക്വയർ സിമെൻറ്റ് ബോക്സ് ഉണ്ടാക്കുക. അത് എയർ ടൈറ്റഡ് ആയിരിക്കണം. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മുകളിലൊരു പൈപ്പ് വയ്ക്കുക. അതായത് തുറക്കാനോ അടയ്ക്കാനും പറ്റണം. പിന്നെ നമ്മൾ ഈ പൈപ്പിനോട് ചേർന്ന് ഒരു പൈപ്പ് വേറെ വാട്ടർ സോഴ്സിലേക്ക് ഇടണം. അതായത് നമുക്ക് ഈ വാട്ടർ സോഴ്സ് ഏത് വാട്ടർ സോഴ്സ് വേണമെങ്കിലും ആക്കാമല്ലോ, വെല്ല്, ലേക്ക്, അത് ഏത് വേണമെങ്കിലും ആക്കാമല്ലോ. ആ ഒരു വാട്ടർ സോഴ്സിലേക്ക് ഇടണം. എന്നിട്ട് സിമെൻറ്റ് ബോക്സിൻ്റെ അടിഭാഗം, അതായത് ഭൂമിയോട് ചേർന്നിട്ട് ഒരു പൈപ്പ് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വാൽവ് പൈപ്പുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റണം. എന്നിട്ട് മുകളിൽ തുറന്നിട്ട് അതിൽ ഫുള്ള് വെള്ളം നിറയ്ക്കണം. ഫുള്ള് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിമെൻറ്റ് ബോക്സ് നിറയണം. അത്ര വെള്ളം നിറച്ചിട്ട് അത് അടച്ചു വയ്ക്കുക. പിന്നെ നമുക്കത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. പിന്നെ എന്നിട്ട് ആ വാൽവ് ഭൂമിയോട് ചേർന്നിട്ടിരിക്കുന്ന പൈപ്പിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ കൃഷി സ്ഥലത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് സിമെൻറ്റ് ബോക്സിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എയർ ടൈറ്റഡ് ആയതുകൊണ്ട് തന്നെ വാട്ടർ സോഴ്സിൽ നിന്നുള്ള വെള്ളം അത് തന്നെ വലിക്കും. അതാണ് മാൻ പവർ വർക്കിങ്ങിൻ്റെ പേരിടാൻ കാരണം. നമ്മുടെ ഒരു ഫിസിക്കൽ വർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതായത് ഒരു പവർ നമ്മൾ കൊടുക്കാതെ തന്നെ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു സിമെൻറ്റ് ബോക്സിന്. ഏകദേശം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടത് 1.5 ലക്ഷം രൂപയാണ്. അതായത് നമ്മൾ ഒരു ആദ്യമായിട്ടാണ് കൃഷി തന്നെ തുടങ്ങണമെങ്കിൽ നമുക്ക് അതിനുള്ള വാട്ടർ സോഴ്സ്
കിണറാണ് ഇവിടെ കൂടുതലായിട്ട്. അങ്ങനെ പുഴയുടെ അടുത്തൊക്കെയാണ് സ്ഥാപിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മതി. എന്നാൽ നമ്മളൊരു കിണർ കുത്തിയിട്ടാണ് ചെയ്യണം, ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കൃഷി സ്ഥലത്തേക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ തന്നെ വേണ്ടി വരും.